നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും കൂറ്റനാട് പ്രസ് ക്ലബ്ബും സംയുക്തമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വാർത്ത വിശദമായി. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചന്ദനകുളം, ഇടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. ലോകപത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂറ്റനാട് പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ പ്രസ് ക്ലബ് ഓഫീസിൽ മാധ്യമ സെമിനാറും പഠന ക്ലാസും സംഘടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ലോകത്തെ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ സ്വാതന്ത്ര്യ ദിനം ലോകമെമ്പാടും ആചരിക്കുകയാണ്. നിർഭയമായി പത്രപ്രവർത്തനം നടത്താനും സത്യസന്ധമായ കാര്യങ്ങൾ ജനസമൂഹത്തിൻ്റെ അറിവിലേക്കായി റിപ്പോർട്ട് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം പത്രപ്രവർത്തകർക്ക് അനിവാര്യമാണ്. KMPU പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണി അധ്യക്ഷനായി. പത്രസ്വാതന്ത്ര്യത്തിൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഭരണം കൈയാളുന്നവരെ കുറിച്ച് വാർത്ത കൊടുത്തില്ലെങ്കിൽ പൂച്ചിവില്ലിടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നിലവിൽ. KMPU സംസ്ഥാന ജനറൽ സെക്രട്ടറി V സെയ്ദ് മുഖ്യാതിഥിയായി. വലിയ അപകടത്തിലേക്കാണ് മാധ്യമ സ്ഥാപനങ്ങളെ അതിൽ തൊഴിലെടുക്കുന്ന മാധ്യമ പ്രവർത്തകരെയും കാലഘട്ടം നോക്കിയിട്ടാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മളെടുത്ത കണക്ക് റോട്ടേഴ്സിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 487ഓളം മാധ്യമ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവർ ചെയ്ത കുറ്റം കൊണ്ടല്ല അവർ കൊല ചെയ്യപ്പെടുന്നു. ലോകത്തിന് മുമ്പിൽ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊലപ്പെടുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, മാധ്യമ പ്രവർത്തനത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വൈകിട്ടെത്തുന്നത് ചേതനട്ട ശരീരമുണ്ട്. എന്തിനു വേണ്ടി കൊല ചെയ്യപ്പെടുന്നു? രാജ്യത്തെ ജനങ്ങളോട് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതം പോകുന്ന മാധ്യമ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ C മൂസ പെരിങ്ങോട് ക്ലാസ് എടുത്തു. ഇന്ത്യയിൽ 4 അവകാശങ്ങളാണ് ജനാധിപത്യത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ മുമ്പിലൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് പൗരസ്വാതന്ത്ര്യത്തേക്കാൾ പ്രാധാന്യമുണ്ട് ഇതിന് പത്രസ്വാതന്ത്ര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. KMPU അല്ലെങ്കിൽ പ്രസ് ക്ലബിൽ നമുക്കൊരു കാർഡ് തരുമ്പോൾ ആ കാർഡിന് വലിയൊരു അർത്ഥമുണ്ട്. മുഖ്യമന്ത്രി ഈ ഇവിടെ ചാലിശ്ശേരിയിൽ വന്നപ്പോൾ നമ്മളെ ആരും പിടിച്ചില്ല. ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട്. അത് ഈ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ സർക്കാർ നമുക്ക് അടിച്ചു തന്ന മുദ്രയാണ്. നമ്മളത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള വിശ്വാസവും സമൂഹം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെയാണ് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ചർച്ച നടത്തുന്നത്. ഉണ്ടോ ഇല്ലേ? പല പല കാഴ്ചപ്പാടുണ്ടാവും. എല്ലാവർക്കും രാഷ്ട്രീയല്ലേ ഐക്യൊരു രാഷ്ട്രീയല്ലേ ഇവിടെ തെറ്റാട്ടോ. എല്ലാ മനുഷ്യനും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയമാണ്. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ കോൺഗ്രസ് മാർക്സിസ്റ്റ് BJP ഒന്നല്ല, എനിക്ക് രാഷ്ട്രീയം. അതുപോലെ രാഷ്ട്രീയം പറയുന്നത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ. പ്രസ് ക്ലബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ, KMPU സംസ്ഥാന സമിതി അംഗങ്ങളായ AC ഗീവർ, പ്രേമദാസ് പിടാവനൂർ, മേഖലാ വൈസ് പ്രസിഡന്റ് ഷിബിൻ കോക്കാട്, മേഖലാ ട്രഷറർ മുഹമ്മദ് റയീസ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി മധു കുറ്റനാട്, അംഗങ്ങളായ TV അബൂബക്കർ, സവിനയ്, ആൽബിൻ K ജോസ്, CV മുസ്തഫ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം SM അൻവർ നന്ദിയും പറഞ്ഞു. ഗോൾഡൻ ഡയമണ്ട്സ്, പുരോഗതിയുടെ പുതിയ മുഖഛായകൾ തീർക്കുന്ന ചങ്ങരംകുളത്ത്
മാറുന്ന കാലത്തിന്റെ നവഫാഷനുകൾക്കനുസൃതമായി പെണ്ണഴകിന് പൊന്നഴക് ചാർത്തി സംതൃപ്തിയുടെ സമ്പൂർണ്ണ നിർവൃതി തീർത്ത് നിങ്ങളുടെ സ്വന്തമായി മാറിയ ലെന ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് കൂടി നിങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച വിവരം ഏവരെയും സസന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ലെന ഗോൾഡൻ ഡയമണ്ട്സ്, മിനി ബസ് സ്റ്റാൻഡ് റോഡ് ആൻഡ് പോസ്റ്റ് ഓഫീസ് റോഡ്, ചങ്ങരംകുളം.